എൻ്റെ ഈ പശ്ചാത്തലത്തിൽ കാണുന്ന കടൽ പോലെ തന്നെ പ്രക്ഷുബ്ധമാണ് പലപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക സംഭവവികാസങ്ങൾ. കേരളത്തിലും ഇന്ത്യയിലും പ്രത്യേകിച്ച് ഭരണകൂടത്തിൻ്റെ നിലപാടുകളിലൊക്കെ വരുന്ന അത്തരം വിലയിരുത്തലുകൾ നടത്തുന്ന ഒരു പുതിയ പരിപാടി സുപ്രഭാതത്തിൻ്റെ ഓൺലൈനിലൂടെ നിങ്ങൾക്കിനി കാണാം. ന്യൂസ് സ്കാൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറിയും സുപ്രഭാതത്തിൻ്റെ സിഇഒയുമായ മുസ്തഫ മുണ്ടുപാറ. അദ്ദേഹത്തോട് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഒരു ഇത് വന്നിട്ടുള്ള നികുതി, അത് ബജറ്റിൽ ഉൾപ്പെടുത്തും. അപ്പോൾ അതിൽ രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും മതപരമായും ഒക്കെ ഒരുപാട് എതിർപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് ഒരു വിലയിരുത്തുന്നത്? അതായത് രാഷ്ട്രീയപരമായിട്ടെന്ന് പറഞ്ഞപ്പം VM സുധീരൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് സുധീരൻ ഇതിനെ എതിർത്ത് കത്തയച്ചു. അതുപോലെ തന്നെ മന്ത്രിസഭയിൽ തന്നെ ഒരു ചെറിയ ഭിന്നത വന്നിരിക്കുന്നു. എക്സൈസ് മന്ത്രി പറയുന്നത് അദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ല, ബജറ്റ് നിർദ്ദേശം അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഏറെ പുതുമകളോടെ ബഹുമാനപ്പെട്ട VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ പ്രഥമ ബജറ്റാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഒരുപാട് പുതിയ നിർദ്ദേശങ്ങൾ. അതിലേറ്റവും പ്രധാനമാണ് നമ്മളെ കടലിൻ്റെ തീരത്താണുള്ളത്. കടലിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിനെക്കുറിച്ച് വരെയുള്ള ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള വലിയ നിലപാടുകൾ, വലിയ കാഴ്ചപ്പാടോടുകൂടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യപ്പെട്ടൊരു ബജറ്റാണ്. ഏറെക്കുറെ പൊതുവായി നല്ല അഭിപ്രായമാണ് ബജറ്റിനെ കുറിച്ചുണ്ടായിട്ടുള്ളത്. എന്നാൽ അതേസമയത്ത് ആ ബജറ്റിൻ്റെ അതിൻ്റെ പൊലിമ മങ്ങലേൽപ്പിക്കുന്ന വിധത്തിൽ ആ ബജറ്റിൽ ഒരു പുതിയ നിർദ്ദേശം വന്നിരിക്കുകയാണ്. അതായത് വീര്യം കുറഞ്ഞ മദ്യം അതിൻ്റെ തീരുവ വളരെ ഗണ്യമായി കുറച്ചുകൊണ്ട് ഈ വീര്യം കുറഞ്ഞ മദ്യം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ബജറ്റിൻ്റെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ളത്. സത്യത്തിൽ ഈ ബജറ്റിലെ ഈ പരാമർശം വന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം കേരളത്തിൽ നിന്നുകൊണ്ട് മദ്യം എന്ന വിപത്തിനെ പൂർണ്ണമായും തുടച്ചു മാറ്റാൻ വേണ്ടി പതിറ്റാണ്ടുകളായി വലിയ പോരാട്ടം നടക്കുന്ന നാടാണ് കേരളം. കാരണം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും ഒക്കെ നമ്മുടെ ചെറുപ്പക്കാരും കുടുംബനാഥന്മാരുമൊക്കെ ഇതിൻ്റെ പിടിയിൽ അമർന്ന് ഒരുപാട് കുടുംബം തകർന്ന് യുവത്വം നഷ്ടപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്താണ്, നമ്മുടെ രാജ്യത്തെ വലിയൊരു പ്രതിസന്ധിയായി ഇതിനെ ലഹരിയെ കാണുന്ന സമയത്താണ് നമ്മുടെ കേരളത്തിലെ പുതിയൊരു സർക്കാർ വന്ന് ആദ്യമായി അതിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ മദ്യം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ഒരു പ്രോത്സാഹനം നൽകുന്ന വിധത്തിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വലിയ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. കാരണം 0.5% മുതൽ 20% വരെ വീര്യം കുറഞ്ഞ മദ്യം, ആ മദ്യം ത്തിന് സർക്കാർ വാങ്ങുന്ന നികുതിയിൽ ഇളവ് തുലവും വളരെ ഗണ്യമായ തോതിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് അതിനെ മദ്യത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതാണ് ഞാൻ ഈ ഒരു അത്ഭുതപ്പെടേണ്ടത്. കാരണം UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കുമെന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ സർക്കാരിനെ താഴെ ഇറക്കി ഈ സർക്കാരിനെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണസാരഥ്യം ഏൽപ്പിക്കപ്പെട്ടത്. ആ സർക്കാരിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു നിർദ്ദേശമാണ് ഈ പറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ടുള്ളത്. നമ്മളതിൻ്റെ കെടുതി അനുഭവിച്ചവരാ. കേരളം അതിൻ്റെ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഇപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ MDMAയുടെ പിടിയിലമർന്ന് നമ്മുടെ യുവത്വം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. എങ്ങനെയെങ്കിലും ഈ സാധനത്തെ ഇവിടെ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്ന സമയത്ത് അത് വ്യത്യസ്ത മതസംഘടനകളും അതുപോലെ സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും തന്നെ ഒരു പരിധിവരെ അതിനെതിരെ ശക്തമായ പോരാട്ടം നടക്കുന്ന സമയത്താണ് നമ്മുടെ സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ഇത് വരുന്നത് എന്നത് ചെറിയ കാര്യമല്ല, ഗൗരവത്തോട് കാണാം. അതുകൊണ്ട് തന്നെയാണ് VM സുധീരൻ ധൈര്യമായി ഇത്തരം കാര്യങ്ങളിൽ, അത് 2 കാര്യമാണ് പറഞ്ഞത്. അതിൽ ഒന്ന് കടൽ കൊള്ളക്ക് അവസരം, മണൽ മാഫിയക്ക്. അതായത് ഇപ്പം തന്നെ ഇവിടെ കടലിനെ ആശ്രയിച്ചുകൊണ്ട് പുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ VD സതീശനോട് കുറിച്ചുകൊണ്ട് ഒരു മോശമായ ഒരു അഭിപ്രായ പ്രകടനം ഇവിടെ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ അദാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കമാണ് എന്നൊക്കെ ഈ ആരോപണം ഉയർന്ന സമയമാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇതുകൂടി. അതിൽ VM സുധീരൻ പറഞ്ഞ ഒന്ന്, കടൽ കൊള്ളക്ക് അവസരം ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഈ മദ്യത്തിനെ വ്യാപകമാക്കുന്ന വിധത്തിലുള്ള സർക്കാരിൻ്റെ തീരുമാനം ഉണ്ടാകും.
ആ തീരുമാനം പിൻവലിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. കൃത്യമായ നിരീക്ഷണമാണത്. അപ്പോൾ നമ്മുടെ നാടിനെ വരിഞ്ഞു മുറുക്കിയ ഒരു വിപത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോൾ ചെന്നിത്തല, നമ്മൾ എന്ത് പറഞ്ഞാൽ അദ്ദേഹത്തെ അഭിനന്ദിക്കണം. അദ്ദേഹം വർഷങ്ങളായി അദ്ദേഹം ഈ ഒരു പോരാട്ടത്തിലാണ്. കാരണം പിന്നെ അദ്ദേഹത്തിൻ്റെ വലിയ ഈ മന്ത്രിസഭ വരുന്നതിന് മുമ്പ് തന്നെ, ഇലക്ഷന് മുമ്പ് തന്നെ അദ്ദേഹം ഒരുപാട് ഓട്ടങ്ങളുമൊക്കെ കൂട്ടയോട്ടങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളേറെ പ്രതീക്ഷയുള്ള ഒരു നിലപാടെടുത്ത ആളാണ് അദ്ദേഹം. ഒരു ഭാഗത്ത് തൂഫാൻ എന്ന പേരിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടക്കുക, മറുഭാഗത്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അതായത് മദ്യപ വീര്യം കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും അതിൻ്റെ കെടുതികൾ ഭയങ്കര ഭീകരമാണ്. അപ്പോൾ അത് ഈ ഒരേ ഭാഗത്ത് മയക്കുമരുന്നിനെതിരെയുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നു, ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നു. ഇപ്പുറത്ത് ഈ ഒരു അപ്പം അതിൻ്റെ ഒരു രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളുണ്ട്. അതായത് എതിർ കക്ഷികൾ മാത്രമല്ല, UDF അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതിനകത്തൊരു എതിർ സ്വരം ഉയർന്നിട്ടുമുണ്ട്. അപ്പോൾ അതിനെ ഈ ഒരു ഇതിൻ്റെ സാമൂഹിക പശ്ചാത്തലം വിട്ടിട്ട് രാഷ്ട്രീയപരമായിട്ട് എന്തൊക്കെ ഒരു മാറ്റങ്ങളായിരിക്കും കേരളത്തിൽ ഈ ഒരു വിഷയത്തിലുണ്ടാവാൻ? അല്ല, ഈ വിഷയത്തിൽ അതായത് ഒന്ന്, ഇതുവരെ മദ്യത്തൊഴിലാളികളെ സംരക്ഷിക്കപ്പെടണമെന്നൊക്കെ ഒരു വാദം ഉണ്ടായിരുന്നു. സമീപകാലത്തെ അതൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. നേരത്തെ ഇപ്പോൾ നമുക്കറിയാം, മന്മഥൻ സാറ് അദ്ദേഹം ഒരു പുരുഷായുസ് മുഴുവനും ഈ മദ്യത്തിനെതിരെ പോരാട്ടം നടത്തിയ ഒരു മദ്യവിരുദ്ധയുടെ തുടക്കം കുറിച്ച പ്രമുഖനായ വ്യക്തി. അദ്ദേഹം എനിക്ക് തോന്നുന്നു കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് 100 വട്ടമൊക്കെ ജാഥ നടത്തിയിട്ടുണ്ടാവും മദ്യത്തിനെതിരെ, തിരിച്ചും ജാഥ നടത്തിയിട്ടില്ല. അങ്ങനത്തെ ആളാണ്. അപ്പോൾ അന്ന് മുതൽ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ വലിയ ശ്രമം നടത്തി വിജയിക്കാതെ പോയ മേഖലയാണെങ്കിൽ തന്നെയും ഈ തൊഴിലാളികളുടെ ധാരാളം തൊഴിലാളികളുണ്ട്. അവരുടെ കുടിയിൽ അവർക്ക് അവരുടെ കഞ്ഞിയിൽ അരി മണ്ണിടുന്ന ഒരു പരിപാടിയാണ് എന്നൊക്കെ അതിന് ന്യായീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സമീപകാലത്തായി ആ ന്യായീകരിക്കപ്പെട്ട ആളുകളൊക്കെ അതിൽ നിന്നൊക്കെ പിന്മാറി. കാരണം ഇതിൻ്റെ ദൂഷ്യം അത്ര വേറെ വലുതാണ് എന്ന് ബോധ്യപ്പെട്ട സമയത്ത്. അപ്പോൾ ഇവിടെ ഒരു കൃത്യമായൊരു നിലപാടെടുക്കേണ്ട സമയത്ത് ഈ നിലപാടെടുക്കുന്നതിന് പിന്നിൽ എന്താണ് താല്പര്യം? എന്തെങ്കിലും ഇപ്പോൾ ഉയർന്നു വന്ന ഒരു ആരോപണം വലിയ സാമ്പത്തിക താല്പര്യമുണ്ട് എന്നാണ്. സ്പിരിറ്റ് ലോബിയുമായി പിന്നെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള താല്പര്യത്തിൻ്റെ പേരിലാണിത്. എന്തായാലും VM സുധീറിനെ പോലെ, ചെന്നിത്തലയെ പോലെയുള്ള ആളുകളുടെ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഇങ്ങനെയൊരു നിലപാട് വന്നത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുകയാണ്. അപ്പോൾ അതിലും ഒരു പക്ഷേ എതിർക്കുന്നതിൻ്റെ പിന്നിലും പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും പൊളിറ്റിക്സ് എന്തായാലും ഇത് നമ്മുടെ നാടിന് വലിയ വിപത്താണ്. അത് തിരിച്ചറിയപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് പിൻവലിച്ചാൽ സർക്കാരിനെ സംബന്ധിച്ച് നല്ലത്. കാരണം ഒരു ക്ലീൻ ഇമേജിലായിരുന്നു ഈ സർക്കാർ വന്നിരുന്നത്. പക്ഷേ പലതിലും എടുക്കുന്ന നിലപാടുകൾ വൈരുദ്ധ്യങ്ങളുടെ നിലപാടുകൾ. അപ്പോൾ PM ശ്രീയുടെ വിഷയത്തിലെടുത്ത നിലപാട്, അതുപോലെ തന്നെ പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നേരെ വിരുദ്ധമായ നിലപാട്, ഇതൊക്കെ സർക്കാരിൻ്റെ VD സതീശൻ്റെ സർക്കാരിന് ഏറെ മംഗലേൽപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ മദ്യനയത്തിനെതിരെയും പിണറായി സർക്കാരിൻ്റെ അത്തരം നിലപാടുകൾക്കെതിരെയൊക്കെ ശബ്ദമുയർത്തിയ ഒരു പ്രതിപക്ഷമായിരുന്നു UDF. അതിന് ശേഷം അവരെ അധികാരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അതിന് ഘടകവിരുദ്ധമായ രീതിയിലുള്ള ചില സമീപനങ്ങൾ വരുന്നു. അതാണല്ലോ ഇപ്പം സാറും പറഞ്ഞത്. അപ്പം ഇതിനെ UDF-നുള്ളിൽ തന്നെ, ഇപ്പം മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ അതിന് എതിർപ്പുണ്ട്. ഇപ്പം ഈ എക്സൈസ് വകുപ്പിനോട് ആലോചിക്കാതെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് മന്ത്രി ലിജു രംഗത്ത് വരുന്നു. അപ്പോൾ അതിനെ പറയുന്നത് നികുതി നിശ്ചയിക്കാൻ ധനകാര്യ വകുപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു എന്താ പറയുക ആശയക്കുഴപ്പമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് വേറൊരു വിശാലാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പം ഈ മൊത്തത്തിൽ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിലും രാഷ്ട്രീയ പശ്ചാത്തലത്തിലും സാമൂഹിക പശ്ചാത്തലത്തിലും ഒക്കെ വലിയൊരു വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണിത്. അപ്പോൾ അതിൽ ഈ ഒരു മതപരമായ ഇതിൽ നോക്കിയാലും ഒരുപാട് മേലധ്യക്ഷന്മാരും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എല്ലാ മേഖലകളിലും ഉള്ള ഒരു ഇതിനെ അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് സർക്കാർ ഇനിയിപ്പം അതിലൊരു മാറ്റം വരുത്താൻ ശ്രമിക്കുമോ ഈ എതിരഭിപ്രായങ്ങൾ കണ്ടിട്ട്? അതോ എങ്ങനെയൊക്കെ അത് വിലയിരുത്തപ്പെടുന്നത്? ഈ ഒരു മതപരമായ കാര്യങ്ങളോട് മതപരമായി ലഹരിക്കെതിരെ എന്നും കൃത്യമായും എല്ലാ മതസംഘടനകളും, ഒരു മതസംഘടനയും ഇതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇസ്ലാം ഒരിക്കലും ഇതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതായത് എല്ലാ തിന്മകളുടെയും പ്രാരംഭം മദ്യത്തിൽ നിന്നാണ് ഇവിടെ ഉണ്ടാകുന്ന അപകടം മുതൽ കൊലപാതകം വരെയുള്ള സകലമാന സംഭവങ്ങളുടെയും
അരുതായ്മകളുടെയും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുടെയും പിന്നിലെ പ്രധാനമായ ഒരു ഘടകം മദ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാം ഉൾപ്പെടെയുള്ള പ്രത്യേകിച്ച് ഇസ്ലാം കർശനമായി വിലക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് മുസ്ലിം സംഘടനകളിൽ നിന്ന് ശക്തമായി എതിർപ്പ് തന്നെയാണുള്ളത്. അതേസമയത്ത് ഒരു സംരംഭമല്ല, ഒരു കൂട്ടായ ഒരു തീരുമാനമല്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നൊരു സംശയിക്കേണ്ടത്. അതാണ് അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട് അവിടെ. അതായത് പിന്നെ ഇതിൻ്റെ വകുപ്പ് മന്ത്രി കാര്യം അറിയാതിരിക്കുക. ഇത് തന്നെ PM ശ്രീയുടെ വിഷയത്തിലും, അതായത് ഒരു കൂടിയാലോചനകളോ പരസ്പരം ചർച്ചകളോ ഒന്നും മന്ത്രിസഭയിൽ നടക്കുന്നില്ല എന്നാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു ധനകാര്യ വകുപ്പ് അവർക്ക് തോന്നിയതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ വകുപ്പിൽ കയറിയിട്ട് അതിൻ്റെ ധനാഗമന മാർഗവും അതിൻ്റെ ചിലവുമൊക്കെ നിശ്ചയിക്കപ്പെടുന്ന സാഹചര്യം നല്ലൊരു സംരംഭത്തിൻ്റെ കുറവുണ്ട് എന്നുകൂടി. അതിൻ്റെ പിന്നിൽ വല്ല പൊളിറ്റിക്സും ഉണ്ടോ, എന്തെങ്കിലും പ്രത്യേക താല്പര്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ അവരോട് ചോദിക്കേണ്ടതില്ല എന്നായിരിക്കാം മുഖ്യമന്ത്രിയുടെ നിലപാട് എന്നറിയില്ല. അതൊരു പക്ഷേ കെട്ടുപിളഞ്ഞു കിടക്കുന്ന കോൺഗ്രസ്സിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതിലേക്ക് പോയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ മതവിശ്വാസികൾ ഒരിക്കലും ഇതിനെ അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹം ഒരിക്കലും അംഗീകരിക്കില്ല. കർശനമായി അത് പൂർണ്ണമായും ഇല്ലാതാക്കേണ്ട ഒരു സന്ദർഭമാണിത്. ഇപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ ചെറുപ്പക്കാർ വ്യാപകമായി ഈ തൂഫാൻ്റെ ഭാഗമായിക്കൊണ്ട് പിടിക്കപ്പെട്ട് കോടിക്കണക്കിന് ഉറുപ്പികയുടെ MDMA കോടികളുടെ MDMA പിടിക്കപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കാരണം അത്രയും ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇനി അതൊക്കെ പുറത്തു കൊണ്ടുവരാനിക്കാം. അപ്പോഴാണ് നേരെ തിരിച്ചിട്ട് ഇവിടെ മദ്യം ഒഴുക്കാനുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ മദ്യവർജന സമിതി എന്നൊരു സംഘടന ഉണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മതസംഘടനകളുണ്ട്. എല്ലാവരും നിലപാട് വ്യക്തമാക്കേണ്ട ഒരു കാര്യം ഉറപ്പാണ്, അത് പാസ്സാക്കാൻ സർക്കാരിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശക്തമായ ചെറുത്തുനിൽപ്പ് അക്കാര്യത്തിലുണ്ടാകും. കാരണം ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ പ്രധാനപ്പെട്ട സംഭവമാണല്ലോ ഇത്. കാരണം അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഒരു സർക്കാർ ഇങ്ങനെ മദ്യം കൂടുതൽ വ്യാപിപ്പിക്കാനൊരു തീരുമാനമെടുക്കുമ്പോൾ അത് പിന്നെ ഇവിടുത്തെ പൊതുസമൂഹം അംഗീകരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കില്ല. അപ്പോൾ മുസ്ലിം ലീഗുകാർ പോലും അംഗീകരിക്കില്ല, മതസംഘടനകൾ ഒരിക്കലും അംഗീകരിക്കില്ല. ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാകും. സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരും എന്ന് തന്നെ 100% നമുക്ക് ഉറപ്പിക്കാം. waytonikah.com, the exclusive Muslim matrimonial site.